അയ്യേ ഇത് വേറെ ലോക്കൽസ്. എവിടെ നിന്നാ കുറെ കള്ളപ്പണം കിട്ടി? ട്യൂഷൻ വെച്ച് ഇംഗ്ലീഷ് പഠിച്ചിട്ട് നാട്ടുകാരെ പറ്റിയാണ് ഇറങ്ങുന്നത്. അവൾക്കൊന്നും അറിയണ്ടല്ലേ? അവളിഞ്ഞ് വരട്ട്. അവൾ ഓഫീസിൽ പോയിക്കിട്ട് ബാല് വരാനത് കാണിച്ചു കൊടുക്കാൻ. എന്ത് അച്ഛൻ കൊണ്ടുവന്ന് അവർക്ക് ഞാൻ പറഞ്ഞു കൊടുത്തു. അച്ഛൻ കുണ്ടല്ല വല്ലം വിളിച്ചു പറഞ്ഞു. ലജ്ജായി ലജ്ജോ എന്താ നീയൊക്കെ രണ്ടും കൂടെ അടക്കള ചെവി നീട്ട് എന്ത് വേണായി? ഞങ്ങൾ പിന്നെ എന്ത് ചെയ്യാനാ? നീ ഒന്നും ചെയ്യണ്ട. ഇവിടെ പപ്പാ മമ്മിയും ചെയ്ത് അവർക്ക് എന്നെയാണ് നോട്ടം. അതുകൊണ്ടാണ് വീടിന്റെ വടക്കേ പുറത്ത് വീട് വെച്ചത്. സത്യം പറഞ്ഞാൽ അവരുടെ വീടിന്റെ വടക്കേ പുറത്ത് നമ്മളല്ലേ താമസിക്കുന്നത്? അല്ല, ജിയോഗ്രഫിക്കലി അങ്ങനെയല്ലേ? ജിയോഗ്രഫിക്കലി അങ്ങനെയല്ല, ബയോളജിക്കലി അവർക്ക് എന്നെയാണ് നോട്ടം. എന്നെ അവർക്ക് നശിപ്പിക്കണം. ഇരി ചെവി അറിയാതെ ഇവിടെ വീട് വാങ്ങിച്ച് താമസിച്ച്. ഇത് മമ്മിയുടെ ബുദ്ധിയാണ്. എന്നെ തട്ടണം, കുട്ടിയെ കൊണ്ടുപോകണം. ബാലുജിന് തട്ടണോ? എന്തൊക്കെ പറയുന്നേ? അയ്യോ ഒന്നും അറിഞ്ഞില്ലല്ലേ? കൊച്ചിന്റെ മമ്മീനെ പെപ്പർ ആൾക്കാരാണ് എന്നെ വണ്ടി ഇടിച്ച് കൊല്ലാൻ ശ്രമിച്ചത്. പപ്പ ബാലുജ ഒന്ന് ഈ പപ്പാന്ന് വിളി, അല്ലെങ്കിൽ ബാലോച്ചാന്ന് വിളി. പപ്പ അച്ഛാ, ഇപ്പൊ അച്ഛനെന്തിനാ പേടിക്കരുത്? ഇതിന് വലിയ വെല്ലുവിളിയൊക്കെ നമ്മൾ ഏറ്റെടുത്തിട്ടുള്ളല്ലേ അച്ഛാ. പിന്നെന്താ പ്രശ്നം? ഞാൻ വയസ്സായ വരെയാണ്. ഏത് വെല്ലുവിളി ഏറ്റെടുക്കാൻ ത്രാണി എനിക്കില്ല. എന്നാൽ ഈ അമേരിക്കക്കാരൻ്റെ വീട് വാങ്ങിയിട്ട് എത്ര കോടി രൂപ വേണം? കൊച്ചേ, നിന്റെ വീട്ടിൽ കള്ളപ്പണം അടയ്ക്കുന്ന കമ്മട്ടുണ്ടോ? ബാലുജ വെറുതെ അനാവശ്യം പറയരുത് കേട്ടോ. അനാവശ്യം അകത്താകുമ്പോൾ അറിയാം. കൊച്ചേ സത്യം പറ, അല്ലെങ്കിൽ ഈ നീക്കം നടത്തി എന്തിനാണ്? എനിക്കെങ്ങും അറിയാൻ പാടില്ല എന്തിനാ നീക്കം നടത്തിയെന്നൊക്കെ. ഒരു കാര്യം ചെയ്യ്, ബാലുജിന് അത്ര സംശയമാണെങ്കിൽ പപ്പയും മമ്മയും ഉണ്ട്, പോയി ചോദിക്ക് എന്തിനാ നീക്കം നടത്തിയെന്നും ഒക്കെ. അതിന് ഗിഫ്റ്റ് വാങ്ങിക്കണ്ടേ? ഗിഫ്റ്റാ? എന്തിന്? അവന് വീട്ടിൽ ആദ്യമായിട്ട് പോയില്ലേ, അതുകൊണ്ട് ഗിഫ്റ്റ് ഉണ്ടോണ്ട്. ഓ നല്ല ഒന്നാന്തര 7 പടക്കം മാറ്റാണ്ട് പോവാം. ഇന്നലെ വരെ കണ്ടേണ്, എന്നിട്ടും പറഞ്ഞില്ല. അയക്ക കൂട്ടങ്ങൾ. അച്ഛന്റെ പ്രശ്നം എന്താ വെച്ചാ? അവരവിടെ വീട് മേടിച്ച് താമസിക്കുന്നതാണ് പ്രശ്നം, അത് താമസിക്കാൻ വന്ന കാര്യം അച്ഛൻ്റെ അടുത്ത് പറയാത്തതാണോ പ്രശ്നം? എനിക്ക് 2 പ്രശ്നം തന്നെ. പക്ഷേ നീയും കൂടെ അറിഞ്ഞിട്ടാണ് ഈ കളി കളിക്കണമെങ്കിൽ പിന്നെ പൊക്കടിച്ച പാറവിടെ എറി. വലിയ മാനത്തേണ്ടി മീനുണ്ട്, പിന്നെ കൊത്തി വലിക്കും. ബാലുവിനെ അറിഞ്ഞൂടാ. ചേച്ചി വന്ന് കയറി അന്ന് തൊട്ട് പ്രശ്നം തന്നെ. പാറു നീ ഇത് വാങ്ങിക്കും കേട്ടോ. ഈ കൊച്ചു പറയുന്നത് ശരി തന്നെ. വന്ന് കയറി അന്നും ഒരു പ്രശ്നം തന്നെ. എവിടെ പോണു നോക്കട്ടെ. ആ കരഞ്ഞു തുടങ്ങി. ഇവിടെ കരയിലൂടെ വെറുതെ സീനാക്കല്ലേ. കരഞ്ഞെങ്ങനെ? അതുകൊണ്ട് കുപ്പിപ്പാലോട് അല്ല, ഞാൻ തന്നെ കട്ടൻ ചായം കുടിച്ചത്. ഈ കൊച്ചിനെ എവിടെയും പിടിച്ച് കെട്ടിയിടും. ബാംഗ്ലൂർ പൊക്കം നടത്തുന്ന അതിന്റെ ഭർത്താവിൻ്റെ അടുത്തൊന്നും പറഞ്ഞില്ലേ? അപ്പൊ നാളെ പോകുന്നല്ലേ പറഞ്ഞു, ഇന്നേ പോയാ? അവര് ഇപ്പൊ കാറിപ്പം പ്ലാൻ ചെയ്തു, അതുകൊണ്ട് ഇപ്പഴേ പോയി. കൊച്ചിന്റെ അടുത്ത് അവൻ ഇപ്പോഴേ രക്ഷപ്പെടാൻ തുടങ്ങി. അവൻ ബാങ്കിൽ ഇടിച്ചേറി പറഞ്ഞു ഞാൻ കൂടെ വരണമെന്ന്, എവിടെ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി. ആലോചിച്ച ഞാനൊരു കാര്യം പറയാം. അവരുടെ ഇഷ്ടത്തിന് അവിടെ വീട് വാങ്ങി, അവർക്ക് കാശുള്ളതുകൊണ്ട് അവർ അങ്ങനെയൊക്കെ ചെയ്യുന്നത്. എന്നെ ആവശ്യമില്ലാതെ കുറ്റപ്പെടുത്തരുത്. ഒരു പരിധി കഴിഞ്ഞ സ്വഭാവം ഞാൻ പറഞ്ഞേക്കാം. അറിയാലോ ഞാൻ ആര് മോളാന്ന്. ആ ഇപ്പൊ അതിന്റെ ഭീഷണി. ബാലച്ചനെ എന്തെങ്കിലും പറയുകയാണെങ്കിൽ അവിടെ പോയി പറഞ്ഞോണം, അല്ലാതെ ഇവിടെ കിടന്ന് ബഹളം വെക്കരുത്. അല്ല അങ്ങോട്ട് പോകാൻ പേടിയാണല്ലോ. ഇങ്ങോട്ട് പോയി പേടിയാണല്ലോ. അങ്ങോട്ട് പോയി പേടിയടി. എനിക്ക് അങ്ങോട്ട് പേടിയാ. അങ്ങോട്ട് പേടിയാ ഞാൻ. ദൈവമേ ദേ പോകുന്നു. എന്തോന്നടാ ഇത്? കൂടെ പോ, അല്ലെങ്കിൽ പ്രശ്നമാവും. എന്റെ ദൈവമേ. അച്ഛാ 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 അച്ഛാ, വെറുതെ അവിടെ പോയിട്ട് പ്രശ്നം ഒന്നും ഉണ്ടാക്കരുത് പ്ലീസ്. ഇത് തീരെ പ്രശ്നം ഉണ്ടാക്കാനോ ശരിയാവില്ല. ഇത് ഹൈമതിയുടെ ഹൈ റേഞ്ച് കളിയാണ്. ഇപ്പൊ നമ്മൾ അയ്യടെ ഹൈത്തളനെ കൊല്ലാൻ വേണ്ടിയിരിക്കുന്നു. ആരെ അടിക്കാൻ ചത്തിന്റെ പ്രതികാരം ചെയ്തിട്ട് വല്ല കാര്യം ഉണ്ടാ? പൊന്നു വലിച്ച പ്രശ്നം ഒന്നും ഉണ്ടാക്കില്ല, ഞാൻ വേണേ കാല് പിടിക്കാം. സത്യാവസ്ഥ അറിയുന്നവരെ കൊച്ചു മിണ്ടരുത്. എന്തോ സത്യാവസ്ഥ? ആ വീട് വാങ്ങിച്ചതിന് കൊച്ചിന് പങ്കുണ്ടോ? കൊച്ചറിഞ്ഞിട്ടാണോ ചെയ്തത്? അതെനിക്കറിയണം. ദൈവമേ അച്ഛാ. മിസ്റ്റർ ബാലു, വരണം വരണം വരണം. ഞാൻ അങ്ങോട്ട് വന്ന് ക്ഷണിക്കാതിരിക്കായിരുന്നു. ക്ഷണിക്കാൻ ഇങ്ങോട്ട് വന്നില്ലേ? സന്തോഷമായില്ലേ? വരൂ വരൂ, അകത്ത് കയറി ഇരിക്കാം. അയ്യോ സോറി കേട്ടോ, ഹൈമയുടെ അടുത്തൊന്ന് പെർമിഷൻ ചോദിക്കണം. ഹൈമാ ഹൈമാ ഹൈ ഹൈ ഹോയ് ഹോയ് രാംകുമാർ, നന്നായിട്ടുണ്ട്. വീടല്ലേ, അതെനിക്ക് അന്ന് വന്നപ്പോഴേ ഒരു കണ്ണുണ്ടായിരുന്നാണ്. പിന്നെ ഹൈമയ്ക്ക് കണ്ടപ്പോൾ വളരെ ഇഷ്ടപ്പെട്ടു. അപ്പൊ അങ്ങനെ ഡീൽ ഉറപ്പിച്ച്. ഹൈമോ ധാരൊക്കെ വന്നിരിക്കുന്നത് നോക്കിയേ. ഹൈ ഹൈ ആഹാ, ഇതാരൊക്കെയാ വന്നിരിക്കുന്നത്? വിളിക്കാതെ തന്നെ എന്റെ വീട്ടിലേക്ക് വന്നതിൽ സന്തോഷമുണ്ട്. നിങ്ങൾ അകത്തേക്ക് ഇരിക്കുന്നു, അത് അവിടെ തന്നെ നിൽക്കുന്നു? ആയിക്കോട്ടെ, നിങ്ങൾക്ക് അതാണ് കംഫോർട്ടെങ്കിൽ അവിടെ തന്നെ നിന്നോ. ഒരു കാര്യം പറയാൻ കേട്ടാ, ഇതൊരു മറ്റേടത്തെ പരിപാടിയായി. എന്താ മിസ്റ്റർ ബാലു? ഞാൻ അവിടെ തൊട്ടപ്പുറം താമസിക്കുകയല്ലേ. നിങ്ങളുടെ വീട് വാങ്ങിയാൽ വേണം വരും, അല്ലെങ്കിൽ വീട് വാങ്ങിച്ചതിന് ശേഷം നിങ്ങളുടെ അടുത്തൊരു വാക്ക് പറഞ്ഞാ? അത് ഇടപാടൊക്കെ പെട്ടെന്നായിരുന്നു. ഓ പിന്നെ ഇടപാട് പെട്ടെന്നായിരുന്നു. ഇതൊക്കെ നാട്ടുകാരെ കൊണ്ട് നമ്മളെ പറയിപ്പിക്കാൻ അടവല്ലേ.
ഞങ്ങൾ നിങ്ങളുടെ റിലേറ്റീവ്സ് ആണെന്ന് ആരോടും പറയില്ല. നിങ്ങളോട് പറയാണ്ടിരുന്നാ മതി. ഓ, നല്ല ഐഡിയ. സത്യത്തിൽ നിങ്ങൾക്ക് ഒരു സർപ്രൈസ് ആവട്ടെ എന്ന് വിചാരിച്ചിട്ടാ ഇന്ന് അങ്ങോട്ടൊന്ന് പറയാനിരിക്കുന്നു. അയ്യോ, രാഘവനെ നോക്കണായിരുന്ന. അല്ല മിസ്റ്റർ ബാലു, ഞങ്ങൾക്ക് പറയേണ്ടതൊക്കെ ഞങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. എന്റെ ആന്റി, നിങ്ങൾ എവിടെ വേണമെങ്കിലും താമസിച്ചോ, പക്ഷെ നിങ്ങളും നമ്മളും തമ്മിൽ ഇങ്ങനെ ഒരു ബന്ധം കിടക്കുമ്പോഴത്തേക്ക് ഇങ്ങനെയൊക്കെ കാണിക്കുന്ന മോശമല്ലേ? ഇതേ പൈസയുടെ അഹങ്കാരമാണ്. തമ്പി മിണ്ടരുത്. ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ട്. ഞാൻ മിണ്ടിക്കാൻ എന്താ കുഴപ്പം? തമ്പി ആദ്യം കണ്ടപ്പോ തന്നെ എനിക്ക് പിടിച്ചിട്ടില്ലേ? അല്ല, തമ്പിയുടെ കല്യാണം എല്ലാം കഴിഞ്ഞല്ലേ? തമ്പി എന്താ ഇവിടെ വിട്ടു പോവാത്തെ? ഹസ്ബൻഡ് ഞാൻ ഗൾഫിലാണെന്നല്ലേ പറഞ്ഞത്? അതോ ഡൈവോഴ്സ് ആയോ? എന്റെ മോള് ഡൈവേഴ്സ് ആവൂല, മിക്കവാറും എന്തേ നിങ്ങളെ മോളെ ഡൈവേഴ്സ് ആവും. ബാലു, വെറുതെ ഞങ്ങൾ അങ്ങനെ കൊതിപ്പിക്കല്ലേ. മമ്മി എന്തൊക്കെയാ പറയുന്നേ? എന്താടി നിനക്ക് പിടിച്ചില്ലേ മമ്മി പറഞ്ഞത്? എല്ലാരും കൂടെ എന്തിനാ എന്റെ വീടിന്റെ മുന്നിൽ വന്ന് ബഹളം വെക്കുന്നേ? എന്തെന്ന് പിച്ചെടുക്കാന്നതാ? മിസ്റ്റർ ബാലി എന്തിനാ ഇപ്പൊ ഇവിടെ വന്നത്? മിസ്റ്റർ രാംകുമാർ, നിങ്ങൾ ഭാര്യയുടെ വാക്ക് കേട്ടോണ്ടേ എന്റെ നെഞ്ചത്തോട്ട് വണ്ടി കയറ്റിയുണ്ടല്ല, ചതിക്ക് ചതി. അതാണ് ബാലിന്റെ പോളിസി. നീ അകത്തേക്ക് വന്നേ, മമ്മി കുറച്ച് കാര്യം സംസാരിക്കാനുണ്ട്. വരാൻ അല്ലേ എന്ന് ചാരിക്കൂടെ വാ. ആ പടി ചവിട്ടിയുണ്ടല്ല, പിന്നെ അങ്ങോട്ട് വരണ്ട കേട്ടാ. മിസ്റ്റർ രാംകുമാർ, ഞാൻ പോണു കേട്ടാ, നമുക്ക് കാണാം. ഇവിടെ അടുത്ത് തന്നെ ഉണ്ടല്ലോ, കാണാം. ശരി. പിന്നെ പൈസ ആകാതെ ഡമ്പറിന്ന് കാല് വീഴരുത്, അതാണ് പറയേണ്ടി വരും. ആകളെ എന്നോട് പറഞ്ഞവർക്ക് വരാം. എനിക്ക് മണക്കാരൊന്നും വേണ്ടേ. ദിയ, അകത്തേക്ക് വരാൻ. സോറി ഹൈ. മിസ്റ്റർ രാംകുമാർ, ഞാൻ പറഞ്ഞില്ലേ ഇതിനെ പറ്റിയോ? ഹൈമയ്ക്ക് പിടിച്ചു.